ഇന്ന് നമുക്ക് കുറച്ച് ജ്വല്ലറി മേക്കിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ സാധാരണ ഒരു ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേണ്ട അത്യാവശ്യം സാധനങ്ങൾ മാത്രമുണ്ട് ഞാൻ കാണിക്കുന്നത്. ഇത് കട്ടർ, പിന്നെ നമ്മൾ നെയിൽ കട്ടറും, പിന്നെ ഇതൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റും അങ്ങനെ തുണിയൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കണേട്ടോ. ഇത് നല്ലതാണേ. പിന്നെ നമുക്ക് നെയിൽ കട്ടർ വളരെയധികം ഉപകാരപ്പെടും, ചെറിയ ചെറിയ കമ്പിയൊക്കെ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊന്നും കണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് കുറേ വർഷങ്ങളായി എൻ്റെ കയ്യിലുള്ളതാണ്. പിന്നെ ഞാൻ പുതിയത് മേടിച്ചില്ല, ഇതൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ B70,000 ഗമ്മാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ തുണിയിലും അങ്ങനെ നൂലിലൊക്കെയാണ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഫെവിക്കോളും ഉപയോഗിക്കാം. ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗിയർ വയറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ പല രീതിയിലാണ്. അപ്പോൾ എൻ്റെ ഇത് 0.3 ആണെന്ന് തോന്നുന്നു സൈസ്. അപ്പോൾ ഞാനിത് വെച്ചാണ് ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാൻ പോണത്. ഇതിനെന്തോ 35-45 ഒക്കെയാണ് റേറ്റ് വന്നത്. നല്ല അത്യാവശ്യം കുറേ മാലയെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനിന്ന് കുറച്ച് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഒരു കമ്മലും, നമ്മൾ ത്രെഡ് നൂല് വെച്ച് ചെയ്താക്കണ കമ്മലും, പിന്നെ സ്റ്റഡ്, പിന്നെ ഇൻവിസിബിൾ ചെയിൻ, പിന്നെ വള, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയുള്ളൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമ്മൾ 2 ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വള കണ്ടില്ലേ, ഇത് നമ്മൾ സിൽക്കിൻ്റെ ത്രെഡ് നൂലും വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ കുന്തൻ സ്റ്റോണും വൈറ്റ് സ്റ്റോണൊക്കെ വെച്ച്. അപ്പം നമുക്ക് ഫസ്റ്റ് വള ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ വളയാണ് നമുക്ക് ആവശ്യം. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ വള. അപ്പോൾ ബർത്ത്ഡേക്ക് ആയിട്ട് ആ ഡ്രസ്സിന് മാച്ചായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കറക്റ്റ് ആ കളർ കിട്ടിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. വലിയ കുഴപ്പമില്ലാത്ത കളറാണ് കേട്ടത്. പിന്നെ നമ്മൾ ഇതിന് 35 രൂപയാണ് റേറ്റ് വന്നത്. ഈ സിൽക്ക് ത്രെഡ് നൂല് നമുക്ക് ഏത് ഷോപ്പിലും ചോദിച്ചാൽ കിട്ടും, അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഫാൻസി സ്റ്റോറിലൊക്കെ ചോദിക്കണം കേട്ടോ, അതൊക്കെയായിരിക്കും കൂടുതലുണ്ടാവണത്. പിന്നെ ഈ പാത്രങ്ങളില്ലേ, ഇതൊക്കെ ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. നമ്മൾ ജ്വല്ലറി മേക്കിംഗ് നടത്തുന്നവർക്കൊക്കെ ആണെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും. സത്യത്തിൽ ഞാനിവിടെ മുളകുപൊടി മല്ലിപ്പൊടിയൊക്കെ ഇടാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷേ എനിക്ക് ഇതിട്ടിപ്പോൾ കിട്ടിയപ്പോൾ ഒരുപാട് ഉപകാരപ്പെട്ടു. കാരണം ഇപ്പോൾ എൻ്റെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ബീഡ്സും സ്റ്റോൺസും എല്ലാം ഇടുന്നത് ഈ പാത്രത്തിലാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ നൂലെടുത്തിട്ട് സിൽക്ക് ത്രെഡ് നൂലെടുക്കുക. എന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു നീളത്തിലുള്ള ഇതിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കണം കേട്ടോ. നമ്മൾ നൂലെടുക്കുക, എന്നിട്ട് ഇതേപോലെ അറ്റത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് അടിയിൽ നിന്ന് ഇതേപോലെ റോൾ ചെയ്ത് ഇങ്ങനെ ചുറ്റി കൊണ്ടെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലെ നീളത്തിലുള്ളതാണ് ഇത്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇതേപോലെ ചുറ്റിയെടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിയും. ഇത് ഞാനിപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഇതേപോലെ ചെയ്തിട്ടാണ് അത് ഫുള്ള് വളരെ എനിക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയത്. ഇപ്പോൾ എന്തോരം ചുറ്റണമെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുണ്ട്. ഞാനിപ്പോൾ ഒരു 10 പ്രാവശ്യം 5-8 പ്രാവശ്യമൊക്കെ ആയിട്ട് ചുറ്റിയിട്ടുണ്ടാവും. പിന്നെ ഇത് 2 ലെയറും കൂടി കൂട്ടി വരുമ്പോഴേക്കും അത്യാവശ്യം ഉണ്ടാവും. ഇനി നമുക്ക് ഇതൊന്ന് ഫെവിക്കോളാണ് കേട്ടോ ഇതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫെവിക്കോള് 2 അറ്റത്തും ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ അറ്റത്ത് തേക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്കതൊന്ന് നൂല് സ്പ്രെഡായി നമുക്ക് ചുറ്റാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ അറ്റത്തും കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ കുറച്ച് തേച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ അറ്റത്ത് നമുക്ക് വള ഒട്ടിക്കാനും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വള എടുത്തിട്ട് ഇതേപോലെ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. ഫെവിക്കോള് B70,000 ഗമ്മ് നമ്മൾ ഇതിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല, എന്നാലും ഉപയോഗിക്കണവരുണ്ട് കേട്ടോ. ഞാനിവിടെ ഫെവിക്കോളാണ് നമുക്ക് കൂടുതൽ നല്ലത്. അപ്പോൾ ഫെവിക്കോള് തേച്ചിട്ട് ഇതേപോലെ വളയെല്ലാം കൂടെ ഒട്ടിച്ചു കൊടുക്കണേ. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമുക്ക് എക്സ്പെർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതൊന്നുമില്ല. അതനുസരിച്ച് നമ്മൾ സ്പീഡി കാര്യങ്ങൾ ചെയ്തോളും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം വേണമെങ്കിൽ ഒന്ന് ഒട്ടിച്ചിട്ട് ഉണങ്ങാനൊക്കെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തില്ല കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി തുടങ്ങി. അതുമൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മറ്റേ നൂല് ഇപ്പുറത്തോട്ടെടുത്ത് അങ്ങനെ നമുക്ക് ചുറ്റിയാണ് ഇനി എടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്നത് ഉണങ്ങാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ പശ ഏകദേശം ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. നമുക്കിനി അത് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഈ അറ്റത്ത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ നീട്ടിയിട്ട് അറ്റത്തും കൂടി ചെറുതായിട്ടൊന്ന് പശ തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്കതൊന്ന് ഇപ്പോൾ റോൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടും ഈ അറ്റത്ത്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും കൂടി യോജിച്ച് ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ചുറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ ഇങ്ങനെ പരത്തി ചുറ്റണം കേട്ടോ. നൂലൊന്ന് ജസ്റ്റ് പരത്തി കൊടുത്തിട്ട് വേണം ഇതേപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചുറ്റണ പണി കുറച്ച് പാടാണ്, എന്നാലും കുഴപ്പമില്ല. എനിക്ക് വളയെ ചുറ്റണത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് കമ്മലിൻ്റെ അതിൽ ചുറ്റാനായിട്ട് കുറച്ച് മടിയും ഇതൊക്കെയാണ്. വള നമുക്ക് കുഴപ്പമില്ല, പെട്ടെന്ന് കഴിയും. പിന്നെ നമ്മൾ ചുറ്റെടുത്ത നൂല് കൂടുതലുണ്ടെങ്കിൽ, ലെങ്ത്ത് കൂടുതലാണെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പിലോ അല്ലെങ്കിൽ
2 ട്രിപ്പിലോ തന്നെ കാര്യങ്ങൾ നടക്കും. പക്ഷേ ഞാനിപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഇതേപോലെ ചുറ്റെടുത്തതിന് ശേഷമാണ് എൻ്റെ ഇപ്പം തന്നെ ഉണ്ടല്ലേ തീരാറായി. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ തീരും. ഇനി അടുത്തത് ചുറ്റിയെടുത്തിട്ട് വേണം നമുക്ക് ഇനി അടുത്തത് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് അവസാനം വരെ ഇങ്ങനെ ചുറ്റി എത്തിക്കണം കേട്ടോ. എത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തുമ്പ് നമ്മുടെ മോൾ ഭാഗത്തല്ല, ഏറ്റവും അടിഭാഗത്താണ് ലാസ്റ്റ് കൊണ്ടുവന്ന് എത്തിക്കേണ്ടത്. ഞാനപ്പോൾ ചുറ്റി ഏകദേശം അറ്റത്തെത്താറായി. ഇനി നമുക്ക് ഇതിൻ്റെ വളയുടെ അടിയിൽ വേണം കേട്ടോ ബാക്കി നൂല് ബാലൻസ് എത്തിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പശ തുമ്പത്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ഭാഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആ ഭാഗം കട്ട് ചെയ്തിട്ട് അടിയിൽ ബാക്കിയുള്ള പീസുകൾ ഇതേ അടിയിലെത്തിയിട്ടുണ്ട്. ബാക്കി കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ബാലൻസാണ് ഒട്ടിക്കാൻ പോണത്. അങ്ങനെ ഇതേ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞ് ഇനി നമുക്ക് പശ തേച്ച് കൊടുക്കണം. പശ തേച്ചെടുത്തിട്ട് നമുക്കപ്പോൾ തന്നെ ഒട്ടിക്കാം. ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കണം, ലൂസാക്കി പിടിക്കരുത്. ഈ നൂല് ചുറ്റുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കണം, അല്ലെങ്കിൽ നൂല് ലൂസായിപ്പോയി വള മൊത്തത്തിൽ കൊളാവും. നമ്മൾ ആദ്യം തൊട്ടേ തുടങ്ങേണ്ട വരും. നമ്മളിങ്ങനെ ചുറ്റും തോറും ടൈറ്റായിട്ട് തന്നെ പിടിച്ചുകൊണ്ടിരിക്കണം കൈ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെറ്റ് ചുറ്റി എടുക്കാൻ പോണേ കേട്ടോ. അപ്പോൾ അടുത്ത സെറ്റ് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഇതിൽ പഴയ പോലെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെയും ചുറ്റി കൊടുക്കണം. ഈ സിൽക്ക് ത്രെഡ് നൂലിൻ്റെ വളയൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ, പുറത്തൊക്കെ നല്ല റേറ്റുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് അത്യാവശ്യം നല്ലൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്യാം. നമുക്ക് എറണാകുളത്തോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ബൾക്കായിട്ട് ഇതേപോലെ വളയൊക്കെ എടുത്ത് സെറ്റ് ചെയ്താൽ എന്നിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേജ് തുടങ്ങി ഇതേപോലെ ഫോട്ടോസൊക്കെ ഇട്ട് അങ്ങനെ ഒരു ചെറിയൊരു ബിസിനസ് പോലെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ചുറ്റി ഏകദേശം അവസാനം എത്തി കേട്ടോ. അപ്പോൾ അവസാനത്തെ തുമ്പ് കുറച്ച് ബാലൻസ് നൂലും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി നമ്മൾ ബാക്കി കട്ട് ചെയ്ത് കളയും. ഇതേപോലെ അവസാനം എത്തി. നമുക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് മാത്രം ചുറ്റാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നല്ലോണം ടൈറ്റായിട്ട് പിടിക്കണം. ഇനി ബാലൻസ് ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതിന് ഈ ബാക്ക് വശം എത്തിയിട്ട് മാത്രം കട്ട് ചെയ്ത് കളയാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് പരത്തി വേണം നൂല് എടുക്കാനായിട്ട്. ഇനി നമ്മൾ ബാക്കിൽ കുറച്ച് ബാലൻസ് കട്ട് ചെയ്തിട്ട് പശ വെച്ച് ഒട്ടിക്കോളൂ. പിന്നെ നൂലിൻ്റെ വർക്കൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഫെവിക്കോളാണ് കൂടുതൽ നല്ലത്. ഇപ്പം ഞാനിവിടെ വിചാരിച്ചത് ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ കുന്തൻ സ്റ്റോണും വൈറ്റ് സ്റ്റോണും കൂടി വെച്ചുള്ള ഡിസൈനാണ്. അപ്പം നമ്മൾ ഏത് ഡിസൈനാണെന്ന് വെച്ചാൽ അത് ആലോചിച്ച് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് സെറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആദ്യമേ ആലോചിച്ച് വെക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറിലോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വരക്കുക. അതിപ്പോൾ കമ്മലാണെങ്കിലും ജ്വല്ലറി ചെയ്യുമ്പോൾ ഏതാണെങ്കിലും നമ്മൾ മനസ്സിൽ കാണണം എങ്ങനത്തെ ഡിസൈനാണെന്ന്. അത് കഴിഞ്ഞ് നമ്മളിനി ഫെവിക്കോൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ ഞാൻ ഇതേപോലെ പശ തേച്ചിട്ട് അവിടെ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണേ കേട്ടോ. അപ്പോൾ പശ ഫസ്റ്റ് സെൻറ്ററിൽ ഇതേപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ബാക്കി കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ കളറാണ് കേട്ടോ, ഈ കുന്തൻ സ്റ്റോൺ റൗണ്ടിലാണ് എടുക്കണത്. നമുക്ക് സാധാരണ ഓവൽ ഷേപ്പും റൗണ്ടും സ്ക്വയർ റെക്റ്റാങ്കിൾ അതൊക്കെയാണ് കിട്ടാറ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ടിലാണ് എടുത്താക്കണത്. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോവാം. ഇനി നമുക്ക് ഫെവിക്കോൾ എടുക്കുക, എന്നിട്ട് ഇതേപോലെ കുറച്ച് പശ തേക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റോൺ ഒട്ടിച്ചെടുക്കണം. നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പശ ഒഴിച്ചൊന്നും പക്ഷേ കുഴപ്പമൊന്നുമില്ല, കാരണം അത് നല്ല രീതിയിൽ ഒട്ടിയിരുന്നോളും. പിന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ പശ ഒന്നും കാണില്ല, പശ തേച്ചതായിട്ടോ അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ, നല്ല ഭംഗിക്ക് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്റ്റോണായിട്ട് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. ഇതെന്തിൻ്റെയാണെന്ന് വെച്ചാൽ നമ്മുടെ 70,000 ഗമ്മിൻ്റെ അടപ്പനാണ് കേട്ടോ. ഇത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും, കാരണം ഇതേപോലെ സ്റ്റോണൊക്കെ ഒട്ടിക്കാനായിട്ട് വളരെയധികം നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് ഇതേപോലെ സ്റ്റോണൊക്കെ എടുത്ത് ഒട്ടിക്കുന്നത് ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ചെറിയൊരു സ്റ്റിക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. അത് മീഷോയിൽ, ഫ്ലിപ്കാർട്ട് അങ്ങനെ ഓൺലൈൻ സൈറ്റിലെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ജ്വല്ലറിക്ക് ആവശ്യമായ എല്ലാ സംഭവങ്ങളും നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാം. പക്ഷേ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് കുന്തൻ സ്റ്റോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഉപയോഗിക്കണതിലും കുറച്ച് ചെറിയ സ്റ്റോണായിരുന്നു ഞാൻ ഓൺലൈനിൽ നിന്ന് വന്നത്. നമുക്കിതൊക്കെ ചെയ്യണമെങ്കിലേ നമുക്ക് സ്വയമേ നമുക്കൊരു ഇഷ്ടം വേണം, ഇതിനോട് ഒരു പ്രണയമൊക്കെ പറയില്ലേ, അതേപോലെ നമ്മൾ ചെയ്യുന്ന ജോലിനോട് നമുക്കൊരു ഇഷ്ടം തോന്നണം. ഇപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കണുണ്ട്, പിന്നെ ഞാനിപ്പോൾ ജ്വല്ലറി മേക്കിങ് എനിക്ക് ഓർഡറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലോട്ടസിൻ്റെ മാല ഉണ്ടാക്കിയപ്പോൾ പക്ഷേ ഞാൻ കുറേ ഓർഡറൊന്നും എടുത്തില്ല. വേറെ ഒന്നുമല്ല, നമ്മൾ ഉണ്ടാക്കണ ക്വാളിറ്റി കുറവായിരുന്നു. കാരണം ഇപ്പോൾ ഞാൻ കാണിച്ച റിങ്ങൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഇതിൽ കാണാം. അപ്പോൾ ആ റിങ്ങിനൊക്കെ കുറച്ച് ക്വാളിറ്റി കുറവാണ്, പെട്ടെന്ന് കളറ് പോകും. പിന്നെ നമ്മുടെ ഗിയർ ലോക്കിൻ്റെ കളറ് പോകും.
പോവും. പിന്നെ ഈ ഗിയർ വയറിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗിയർ വയർ അങ്ങനെ പെട്ടെന്ന് കളറൊന്നും പോവില്ല. അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മൾ കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ കളർ പോകാത്തേക്ക് കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. അതാണ് ഞാൻ ഈ ചെറിയ ചെറിയ റിങ് പോലത്തെയൊക്കെ എൻ്റെ പെട്ടെന്ന് കളറ് പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പുറത്തോട്ട് അങ്ങനെ കൂടുതൽ സെയിൽ ചെയ്യാൻ. എന്നാലും നമ്മുടെ പരിചയക്കാരിക്കൊക്കെ കൊടുത്തത് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. പെട്ടെന്ന് കളർ പോകും, അധികം ദിവസം ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കൊടുത്തത്. പിന്നെ ഈ നമ്മളിപ്പോൾ വള ഉണ്ടാക്കണല്ലേ, ഇതെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ വാഷ് ചെയ്യരുത്. നമ്മളിപ്പോൾ കൈയൊക്കെ കഴുകുമ്പോൾ അധികം വെള്ളമൊക്കെ നനയരുത്. നനയാതെ പരമാവധി ശ്രദ്ധിക്കാൻ പറയണം. പിന്നെ നമുക്ക് നല്ല ഫങ്ഷനിലൊക്കെ സാരിക്കായാലും ഇതേപോലെ ഇഷ്ടം പോലെ നമുക്ക് സെറ്റ് പോലെ ഞാൻ ചെയ്ത് തരാൻ പറ്റും. അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യാവേ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം. സെറ്റായിട്ടുള്ളത് വള, അത് കാരണം അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ കടകം വളയും പിന്നെ ചെറിയ ചെറിയ നേരിയ വളകളും എല്ലാം ചേർന്നത് ഇതേപോലെ ത്രെഡിൻ്റെ നൂല് വെച്ചുള്ള സ്റ്റോൺ വെച്ചുള്ള ഒരു സെറ്റ് ഉണ്ട്. അത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരും. പുറത്തൊക്കെ നമ്മൾ മേടിക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കണമെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർ കണ്ട് അങ്ങനെ നമുക്ക് കുറേ ഓർഡറൊക്കെ വരും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ വൈറ്റ് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണം. ഇതും ഇതേപോലെ മാല കിട്ടോട്ടെ നമുക്ക് മേടിക്കാനായിട്ട്. നമ്മുടെ ബ്ലൗസിലൊക്കെ വർക്ക് ചെയ്യാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സ്റ്റോണ്. പിന്നെ നമ്മുടെ കുന്തൻ സ്റ്റോണും. അപ്പോൾ ഇതേപോലെ മാല പോലെ കിട്ടും. നമുക്ക് കട്ട് ചെയ്തൊക്കെ ഒട്ടിക്കുകയാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മളിത് ഇനി അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു 3-4 കൊല്ലം മുമ്പേ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. ഞാൻ ഫസ്റ്റ് തുടങ്ങിയ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണത്. അങ്ങനെ ഞാൻ കുറേ സാധനങ്ങൾ എറണാകുളത്ത് പോയി മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതാണ് ഇത്. കുറേ നമ്മൾ കമ്മലൊക്കെ അന്ന് ഉണ്ടാക്കുമായിരുന്നു, ഓരോ സാധനങ്ങളൊക്കെ. പിന്നെ കുറച്ചൊക്കെ സെയിൽ ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പേ ഒരു പേപ്പർ കമ്മലിൻ്റെ ഒരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇഷ്ടം പോലെ ഉണ്ടാക്കുമായിരുന്നു പേപ്പർ കമ്മൽ. അന്ന് കുറേ പേരൊക്കെ എന്നോട് മേടിക്കുമായിരുന്നു കേട്ടോ. നമ്മൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നല്ല ഭംഗിക്കൊക്കെയാണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അന്ന് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു പേപ്പർ കമ്മൽ. ആ പേപ്പർ കമ്മൽ വിറ്റ് ഞാൻ കുറേ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, സത്യം പറയാമല്ലോ. അന്ന് ഞാനെന്തോ +2 എന്തോ പഠിക്കണമായിരുന്നു തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോടായിരുന്നു കൂടുതൽ. സത്യത്തിൽ പഠിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പഠിക്കാൻ ഞാൻ കുറച്ച് പുറകോട്ടൊക്കെ എഴുതി, പക്ഷേ കലാപരമായിട്ട് ഞാൻ പുറകോട്ടായിരുന്നില്ല. ഇപ്പോൾ ഡാൻസിനും പാട്ടിനും എല്ലാത്തിനും നമ്മൾ പങ്കെടുക്കുമായിരുന്നു. അതിനെല്ലാം നല്ല പ്രൈസൊക്കെ കിട്ടുമായിരുന്നേ. പിന്നെ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിക്കൊക്കെ ഞാൻ പോകുമായിരുന്നു മത്സരിക്കാനായിട്ട്. നമ്മൾ പോകുമെങ്കിലും നമ്മൾ പ്രൈസ് മേടിച്ചിട്ട് ഇങ്ങോട്ട് പോരാറുള്ളേ. നമ്മൾ ഓരോരുത്തർക്കും ഓരോ പാഷനുണ്ട്. നമ്മുടെ പാഷൻ ഏതാണെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ നമ്മൾ 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ കുന്തൻ സ്റ്റോണും സൈഡിൽ വൈറ്റ് സ്റ്റോണും ആണ് ഒട്ടിക്കണത്. ഇതൊക്കെ കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇങ്ങനെ പെട്ടെന്നൊന്നും കഴിയില്ല. നമ്മൾ ഇപ്പോൾ ഓരോ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സമയമൊന്നുമല്ല, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ കുറച്ച് നേരം പോയി പണിയെടുക്കുക, അത് കഴിഞ്ഞ് നമുക്ക് ഈ വർക്ക് ചെയ്യാം. അത് നമ്മൾ ഫ്രീ എപ്പോൾ ആവും അപ്പം നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ഫ്രീ ആവണമെന്ന് വെച്ചാൽ എൻ്റെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോഴാണ് ഞാൻ ഫ്രീ ആവണത്. അപ്പം ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ യൂട്യൂബിന് വേണ്ടിയാണ് കൂടുതലും ഇതേപോലെ വീഡിയോസ് ഇടണത് ഞാൻ. അങ്ങനെ അവസാനം നമ്മുടെ വളരെ ഫിനിഷിങ്ങിലെത്തി കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടി ഉള്ളൂ. ഇപ്പം നമ്മൾ പശയൊക്കെ ആയിട്ട് ആകെ കുറച്ച് നമുക്ക് ഒരു ഇതായിട്ട് തോന്നും. ഇത് നമുക്ക് പശ ഉണങ്ങി കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. പശ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാം ഫിനിഷിങ് ചെയ്ത് വെക്കണം. എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നീക്കിയൊക്കെ കൊടുക്കുക കേട്ടോ. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വളവൊക്കെ തോന്നിയപ്പോൾ അതൊന്ന് നേരാക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇനി നമുക്കിനി ഉണക്കാൻ വെക്കണം. ഞാൻ രാവിലെ ആയതുകൊണ്ട് ഇവിടെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെച്ച് അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കോളുമല്ലോ. അങ്ങനെ ഏകദേശം 2-3 മണിക്കൂറിനുള്ളിൽ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയേ. അപ്പോൾ ഇത് ഉണങ്ങുന്നതിന് മുമ്പും ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോഴുള്ള ലുക്കാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ആണ് കേട്ടോ. എന്നാൽ കൂടുതലും ഭംഗി അതിൻ്റെ. അടുത്ത നമുക്ക് ഇതേപോലത്തെ ഒരു ഗ്ലാസ് പേപ്പർ ഇട്ടോട്ടോ മേടിക്കാനായിട്ട്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്ലാസ് പെയിൻ്റൊക്കെ ചെയ്യൂലേ, ഈ ഷീറ്റിലാണ് ഗ്ലാസ് പെയിൻ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെന്തോ 3 രൂപ 5 രൂപയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഏകദേശം റേറ്റൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റഡ് ഉണ്ടാക്കാനും ലോട്ടസിൻ്റെ മാല ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ ഇതാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, ഈ ഷീറ്റ്. നമുക്ക് ഈ ഷീറ്റ് ഇല്ലെങ്കിലേ നമുക്കിത് ഒരു തുണിയുടെ പോലത്തെ ഒരു മെറ്റീരിയൽ നമുക്ക് മേടിക്കാൻ കിട്ടും, കടയിൽ ചോദിച്ചാൽ മതി. അതിലും ഉണ്ടാക്കണവരുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാരും ഇതേപോലത്തെ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലാണ് കേട്ടോ ഉണ്ടാക്കണത്, ജ്വല്ലറി മേക്കിങ് ചെയ്യുമ്പോൾ ഉപയോഗിക്കണത്.
ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു വള ഉണ്ടാക്കിയല്ലോ, ആ വളക്ക് മാച്ചായിട്ട് ചെറിയൊരു സ്റ്റഡാണ്. അപ്പോൾ ഫ്ലവറിൻ്റെ സ്റ്റഡാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചത്. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ഇതാണ്. ചുറ്റിനും ഒരു 5 ഇതിലുള്ള ഫ്ലവറാണ് ഉദ്ദേശിച്ചത്. അത് ഇതേപോലെ നമ്മൾ ഗമ്മ് തേക്കുക, എന്നിട്ട് ചുറ്റിനും ഒട്ടിച്ചു കൊടുക്കാം. ഈ 70,000 ഗമ്മിൻ്റെ ഈ ഒരു അടപ്പനില്ലേ, ഇത് വെച്ച് നമുക്ക് ഒട്ടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് പോരുമല്ലോ കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പശയിൽ കുറച്ച് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ മുട്ടിക്കണമെങ്കിൽ വേഗം പോന്നോളൂ. അപ്പോൾ സെൻറ്ററിൽ തന്നെ ഞാൻ റൗണ്ടിൽ സ്റ്റോണാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്, സെയിം കളർ തന്നെ. ഇനി നമുക്കിത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉണങ്ങി നല്ല രീതിയിൽ തന്നെ ഉണങ്ങണം, എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ലോട്ടസിൻ്റെ ചെയിൻ ഉണ്ടാക്കുന്നുണ്ട്, ലോട്ടസിൻ്റെ ഇൻവിസിബിൾ ചെയിന്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ലോട്ടസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. റെഡ് കളർ സ്റ്റോണാണ്, കുന്തൻ സ്റ്റോൺ എടുത്താക്കണത്. അതുകൂടാതെ നമ്മുടെ ജിമിക്ക ഉണ്ടാക്കണതിന് നമുക്ക് സ്റ്റഡ് ഉണ്ടാക്കണമല്ലോ, അപ്പോൾ സ്റ്റഡിനും കൂടി വേണ്ടിയാണ്. അങ്ങനെ ഇത് നമ്മൾ കുറച്ച് ലോട്ടസിൻ്റെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇത് വൈറ്റ് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അന്നേരം മാലയിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്ത വൈറ്റ് സ്റ്റോൺ ഒട്ടിച്ച് അപ്പോൾ അതേ നമ്മളിനി ഉണങ്ങാനായിട്ട് വെക്കണേ. അപ്പോൾ അതേ ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മീഷോ വഴി മേടിച്ചതാണ്. കുറച്ച് സ്റ്റോൺസ്, കുന്തൻ സ്റ്റോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2 പാക്കറ്റ് എന്തോ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നേ ഇതിൽ നിന്ന്. അപ്പോൾ ഇവർ ഇൻസ്റ്റഗ്രാം പേജും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഫ്രീ ആണ്. 2 പാക്കറ്റ് എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. ബാക്കിയൊക്കെ കുഴപ്പമില്ലായിരുന്നു, സ്റ്റോൺ കുഴപ്പമില്ല, പക്ഷേ കുറച്ച് വലിപ്പം കുറവ് പോലെ തോന്നി. ഞാനിവിടെ മേടിക്കുന്ന സ്റ്റോൺ കുറച്ചും കൂടി വലിപ്പം ഉണ്ടാണ്. അപ്പോൾ അതിന് കുറച്ച് വലിപ്പം കുറവായത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ബാക്കി ക്വാളിറ്റിയുടെ കാര്യങ്ങളിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് ഡ്രസ്സിൽ, ബ്ലൗസിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു വലിപ്പം മതിയാവും കേട്ടോ. ഇതായിരിക്കും കൂടുതലും നല്ലത്. നമ്മൾ മാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഇതിനേലും വലിപ്പം വേണം, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എന്തെങ്കിലും ഇതിൻ്റെ ഒരു ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും ഇടാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണങ്ങാൻ വെക്കാം. ഇനി നമുക്ക് കമ്മൽ ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കി കാര്യങ്ങളോട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ സിൽക്കിൻ്റെ ത്രെഡ് നൂല് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് കമ്മലുണ്ടാക്കുമ്പോൾ ജുമുക്കിയില്ലേ, അതിൽ ചുറ്റാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇനി ഇത് അന്നേരം കാണിച്ച് കേട്ടോ ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ ചെറിയൊരു പാത്രത്തിൻ്റെ അടപ്പിനെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിലാണ് ചുറ്റി കൊടുത്തത്. നമുക്ക് എന്തോരം എന്ന് വെച്ചാൽ അത്രയും നമുക്ക് ചുറ്റി കൊടുക്കാം. ഞാനപ്പോൾ കുറച്ച് നേരം ഒന്ന് ചുറ്റി, അത് കഴിഞ്ഞ് ഇതേപോലെ 2 കൂടി ഒരുമിച്ച് വെച്ച് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കും കേട്ടോ. കട്ട് ചെയ്തിട്ട് കാരണം നമുക്ക് കുറേ കട്ടിയിൽ ചുറ്റിയാൽ അതിൻ്റെ ഉള്ളിൽ ഹോള് ചെറുതാണേ, ആ ജിമിക്കയുടെ ഹോള് ചെറുതാണ്. അപ്പോൾ അധികം നമുക്ക് ചുറ്റാൻ പറ്റില്ല, കുറച്ച് ടൈറ്റായി പോവും. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ 2 ആക്കിയിട്ടാണ് ചുറ്റണത്. കണ്ടില്ലേ, ഈ ഒരു ചെറിയ ജിമിക്ക, ഇതിൻ്റെ പല സൈസുകളുണ്ട് കേട്ടോ. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നത് സ്മോൾ ആണെന്ന് തോന്നണു. അന്നേരം ചെയ്തോട്ട് തന്നെ പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഉള്ളിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ചുറ്റി കൊടുക്കാം കേട്ടോ. വള ഉണ്ടാക്കണമല്ലോ എളുപ്പമല്ല ഇത് ചുറ്റാനായിട്ട്, കുറച്ച് പാടാണ്. കാരണം ഇത് ഒട്ടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് വീണ്ടും ഇങ്ങനെ ചുറ്റി പോകാനായിട്ട് കുറച്ച് പാട് പോലെ എനിക്ക് തോന്നി. നമുക്ക് വളയാണെങ്കിൽ പെട്ടെന്ന് കഴിയും, നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ വള. കണ്ടില്ലേ, ഇത് ക്യാപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പല മോഡൽ ക്യാപ്പ് ഉണ്ട്, സ്മോൾ ഉണ്ട്, ബിഗ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ കുറച്ച് സ്മോളാണ് എടുക്കാൻ പോണത്. പിന്നെ ഡിസൈൻ തന്നെ വ്യത്യാസമുണ്ട്, പല രീതിയിലുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ഐപ്പിന്നാണ്. അപ്പോൾ അത് ഈ ഐപ്പിന് നമ്മൾ ഇതേപോലെ ഉള്ളിലോട്ട് ഇങ്ങനെ എടുക്കണേ. ഉള്ളിലോട്ട് എടുത്തിട്ട് നമുക്ക് കുറച്ച് ഇത്രയും വേണ്ട, നമുക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം ഇതേപോലെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ നമുക്ക് ജിമിക്കയൊക്കെ തൂക്കിയിട്ടായാലും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്. എനിക്ക് അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ അടിയിൽ തൂക്കേണ്ട സാധനങ്ങൾ തൂക്കിയിട്ട് നമുക്ക് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ രണ്ടാമത്തേൽ ഞാൻ അതങ്ങനെയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇതേ ചെറിയൊരു ബീറ്റ് ബോളും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് അതൊന്ന് വളച്ചെടുക്കണം.